നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി, ജീവിതത്തിൽ വിജയിക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ: ഒന്ന്, സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. നമ്മളെ നാം മനസ്സിലാക്കുകയും നമ്മളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുകയും നമ്മളെക്കുറിച്ച് കോൺഫിഡൻറ്റോടുകൂടി ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യുകയും അതോടൊപ്പം നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കൃത്യമായ ക്ലാരിറ്റിയുള്ള ഒരു ലക്ഷ്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും, രണ്ടാമതായി നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യുകയും അതിനെ പരിപോഷിപ്പിക്കുകയും, മൂന്നാമതായി പ്രയോറിറ്റൈസ് സെൽഫ് കെയർ, നമ്മുടെ മാനസികമായിട്ടുള്ള, നമ്മുടെ ശാരീരികമായിട്ടുള്ള വെൽബീയിങ്ങിനെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും, നാലാമതായി പോസിറ്റീവ് ഹാബിറ്റുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി എന്നോണം അഞ്ചാമത്തെ കാര്യം, കണ്ടിന്യൂ ലേണിംഗ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്. നമ്മുടെ ഗോളിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആഗ്രഹത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടി അതിനെ സഹായിക്കുന്ന പുതിയ പുതിയ അറിവുകൾ നാം നേടുകയും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക. ഒരു പുതിയ കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി, പുതിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പുസ്തകം വായിക്കുക, ഇതുപോലെയുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണുക, നല്ല നല്ല വിജയിച്ച ആളുകളുടെ ജീവചരിത്രങ്ങൾ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അറിവുകൾ കൊണ്ടുവരിക. അതിന് സഹായിക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പുതിയ കോഴ്സുകൾ പഠിക്കാം, നല്ല സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. നല്ല സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ധാരാളമായി ഓൺലൈനിലും മറ്റും ലഭ്യമാണ്. അതൊക്കെ പഠിക്കുകയും അതിനൊക്കെ ശ്രമം നടത്തുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ പെർസ്പെക്റ്റീവിനെയും നമ്മുടെ സ്കില്ലിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഗോളിലേക്ക് നേരത്തെ നടന്നു തുടങ്ങിയ ആളുകൾ, അത് അച്ചീവ് ചെയ്ത ആളുകൾ, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ടാകും. അത്തരം ആളുകളെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയുകയും ആവശ്യമാണ് എങ്കിൽ ഒരു പേഴ്സണൽ മെന്റർഷിപ്പിനെ പോലും സ്വീകരിക്കാനും തയ്യാറാകുക. അങ്ങനെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, നമ്മളെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള, നാം ഏത് മേഖലയിലാണോ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായവും ഉപദേശവും തേടുകയും അങ്ങനെ ആ മേഖലയിൽ നമുക്ക് ധാരാളം അറിവ് കരഗതമാക്കാനുള്ള അവസരങ്ങൾ നാം തന്നെ ഇറങ്ങിച്ചെന്ന് അതിനെ തേടിപ്പിടിച്ച് കണ്ടെത്തുക. ആറാമത്തെ കാര്യം, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നാം തന്നെ സൃഷ്ടിച്ചെടുക്കുക. അതിനുവേണ്ടി ഒരുപക്ഷെ നിലവിൽ നമുക്കുള്ള ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് മാറ്റിപ്പിടിക്കേണ്ടി വരും. അവരെ അവോയ്ഡ് ചെയ്യണമെന്നല്ല, മറിച്ച് നമുക്ക് പോസിറ്റിവിറ്റി നൽകുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായി നാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ വ്യാപിപ്പിക്കുകയും അവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുക. നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളിൽ നിന്ന്, അതിന് കാരണമാകുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും നാം അറിഞ്ഞുകൊണ്ട് തന്നെ മാറി നിൽക്കുക. ടോക്സിക് റിലേഷൻഷിപ്പുകളെ നാം പാടെ ഒഴിവാക്കുക. ഒഴിവാക്കാൻ പറ്റാത്തതാണ് എങ്കിൽ അറിഞ്ഞു നാം അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോസിറ്റീവുകളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുകയും സംഭവിച്ച നന്മകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി രേഖപ്പെടുത്തുകയും പ്രപഞ്ചത്തിനോട്, നമ്മളെ സൃഷ്ടിച്ച തമ്പുരാനോട് എനിക്കിന്നാലിന്ന അനുഗ്രഹങ്ങൾ ലഭിച്ചല്ലോ തമ്പുരാനെ, നിനക്ക് നന്ദി, നിനക്ക് സ്തുതി എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പോസിറ്റീവ് കാര്യങ്ങളെയും നന്ദി പ്രകാശനത്തിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനുമൊക്കെ നൽകും.
അങ്ങനെ എല്ലായ്പ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തെ ഒരു പോസിറ്റീവ് എൻവിറോൺമെന്റ് നാം അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാം കരുതിക്കൂട്ടി തന്നെ ചെയ്യേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്, ഇറങ്ങി പുറപ്പെട്ട് നാം സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് ആലോചിച്ച് നിൽക്കാതെ, ഒരുപാട് ചിന്തിച്ചു നിൽക്കാതെ, നമ്മൾ ഓവർ തിങ്കിങ് നടത്താതെ ചിന്തകൾ നിർത്തി പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഏഴാമത് ടേക്ക് ആക്ഷൻ. ചെറിയ ചെറിയ സ്റ്റെപ്പുകളെങ്കിലും നാം തുടങ്ങുക. നാം ആലോചിച്ച് നിൽക്കാതെ, അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്, അതിൻ്റെ നെഗറ്റിവിറ്റിയെ കുറിച്ച് ആലോചിക്കാതെ, അതിൻ്റെ പോസിറ്റിവിറ്റിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുക. ചിന്ത നിർത്തി പ്രവർത്തനം ആരംഭിക്കുക. നമ്മൾ ചെറിയ ചെറിയ മൈൽ സ്റ്റോണുകൾ വെക്കുകയും ആ മൈൽ സ്റ്റോൺ നാം അച്ചീവ് ചെയ്താൽ നമുക്ക് തന്നെ നാം സ്വയം റിവാർഡുകൾ നൽകുക, സ്വയം അഭിനന്ദിക്കുക. നാം എനിക്കിത് കഴിഞ്ഞല്ലോ, എനിക്കിതിനെല്ലാം കഴിയും എന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങാൻ അത് കാരണമാകും. അറിയുക, ഇതൊരു യാത്രയാണ്, ജീവിത വിജയത്തിലേക്കുള്ള യാത്ര, ലൈഫ് ചേഞ്ചിങ്ങിലേക്കുള്ള യാത്ര, ജീവിതത്തിൽ മാറ്റം സംഭവിക്കാനുള്ള യാത്ര. ഇതൊരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് കരഗതമാക്കാൻ കഴിയുന്ന, ഈസിയായി കഴിയുന്ന ഒന്നല്ല. ഒരുപാട് സമർപ്പണം ആവശ്യമുള്ള, ഒരുപാട് ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു യാത്രയാണ്. ഈ യാത്രക്ക് നാം നിരന്തരമായി, ഈ യാത്രക്ക് നാം ശക്തമായി സമർപ്പണ ബോധത്തോടു കൂടി നമ്മുടെ എല്ലാ തരത്തിലുള്ള ഫോക്കസും ഗോളിലേക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട, നടന്നു പോകേണ്ട ഒരു യാത്രയാണ്. ബി പേഷ്യന്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ക്ഷമ അനിവാര്യമാണ്. ജീവിതത്തിൽ വിജയിക്കാൻ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ പരാജയങ്ങൾ നമ്മളെ തടുക്കാനെത്തിയേക്കാം. അതുപോലെ ആളുകൾ നിനക്കൊന്നും കഴിയുന്ന പണിയല്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് വലിച്ചേക്കാം. ആരെന്തൊക്കെ പറഞ്ഞാലും, എത്ര തവണ പരാജയപ്പെട്ടാലും എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങുക തന്നെ ചെയ്യും. എൻ്റെ ലക്ഷ്യത്തെ ഞാൻ കരഗതമാക്കുക തന്നെ ചെയ്യും. എൻ്റെ സ്വപ്നത്തെ ഞാൻ കീഴടക്കും എന്ന ഉത്തമമായിട്ടുള്ള നമ്മുടെ ഉൾക്കരുത്തിലായിരിക്കണം നമ്മുടെ യാത്ര. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, നിരന്തരമായിട്ട് നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ നാം മുഴുകിയിരിക്കണം. എല്ലാറ്റിലും, പരാജയത്തിലും വിജയത്തിലും പരിഹാസങ്ങളിലും എല്ലാം നാം നമ്മുടെ പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിക്കണം. പോസിറ്റീവായ കാര്യങ്ങളെ കൂടുതൽ നമ്മളിലേക്ക് ആകർഷിക്കണം. യു ക്യാൻ ക്രിയേറ്റ് ദ ലൈഫ് യു ഡിസയർ. നമ്മൾ തീരുമാനിച്ച ആ ജീവിതം നമുക്ക് കരഗതമാക്കാൻ കഴിയും. അതിന് നമ്മളോടൊപ്പം ഈ പ്രപഞ്ചമുണ്ട്, നമ്മളെ സൃഷ്ടിച്ച തമ്പുരാനുണ്ട്, എല്ലാവരുമുണ്ട്. നാം ഉറച്ച് ഇറങ്ങിയാൽ, കൺസിസ്റ്റന്റായി വർക്ക് ചെയ്താൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് സപ്പോർട്ടായി നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 4 കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മുടെ ഗോൾ സെറ്റിങ്ങിന് ഇതാ ഈ 2024 ഒരുപക്ഷെ നമുക്കൊരുപാട് നന്മകൾ നൽകിയേക്കാം. അതോടൊപ്പം നമുക്കൊരുപാട് തിന്മകളും പരാജയങ്ങളും നൽകിയേക്കാം. എന്നാൽ കൃത്യമായ കാൽവെപ്പോടുകൂടി, പോസിറ്റീവായ ചുവടുകളോടുകൂടി നാം 2025 സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യവർഷമായി 2025 മാറുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഒരിക്കലും തളരില്ല, ഒരിക്കലും പരാജയത്തിന് കീഴടങ്ങില്ല, ഒരിക്കലും നെഗറ്റിവിറ്റിക്ക് കീഴടങ്ങില്ല, ഒരിക്കലും ഡിപ്രഷനിലേക്കോ സ്ട്രെസ്സിലേക്കോ കീഴടങ്ങി അവസാനിപ്പിക്കാനുള്ളതല്ല എൻ്റെ ജീവിതമെന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നമുക്കൊരുമിച്ച് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.